ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും സ്നേഹപൂർവമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ബൈബിൾ മെഡിറ്റേഷൻ്റെ മറ്റൊരു അനുഗ്രഹീതമായ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ധ്യാനം പുറപ്പാട് പുസ്തകം 38-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗമാണ്. നമ്മുടെ ജീവിതത്തെ ദൈവവചനത്താൽ നവീകരിക്കുവാനും അവിടുത്തെ സന്നിധിയിൽ വിശുദ്ധിയോടെ നടക്കുവാനും ഈ ധ്യാനം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ സ്നേഹപിതാവേ, ഈ പുതിയ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിന് തമ്പുരാനെ ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ശ്വാസത്തിനും ജീവനും കുടുംബത്തിനും സഭയ്ക്കും എല്ലാ നന്മകൾക്കും അങ്ങേക്ക് മഹത്വം അർപ്പിക്കുന്നു. ഇന്ന് ഈ ധ്യാനം കേൾക്കുന്ന ഓരോ സഹോദരൻ്റെയും സഹോദരിയുടെയും ജീവിതത്തിൽ അങ്ങയുടെ സമാധാനവും സന്തോഷവും ശക്തിയും നിറയട്ടെ. ഈ ദിവസം മുഴുവൻ ദൈവകൃപ നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. ആമേൻ. പുറപ്പാട് പുസ്തകം 38-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗം. അവൻ പ്രാകാരവുമുണ്ടാക്കി. തെക്കുവശത്തെ പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടുള്ള 100 മുഴം മരശീലയുണ്ടായിരുന്നു. അതിന് 20 തൂണും തൂണുകൾക്ക് 20 താമ്ര ചുവടും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു. വടക്കുവശത്ത് 100 മുഴം മരശീലയും അതിന് 20 തൂണും തൂണുകൾക്ക് 20 താമ്ര ചുവടും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു. പടിഞ്ഞാറ് വശത്ത് 50 മുഴം മരശീലയും അതിന് 10 തൂണും തൂണുകൾക്ക് 10 ചുവടും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു. കിഴക്ക് വശത്ത് മരശീല 50 മുഴമായിരുന്നു. വാതിലിൻ്റെ ഒരു വശത്ത് മരശീല 15 മുഴവും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും ഉണ്ടായിരുന്നു. ആമീൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നാം ഈ കേട്ട വചനഭാഗത്തിൽ സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൻ്റെ നിർമ്മാണം വളരെ കൃത്യമായും ക്രമമായും വിവരിക്കപ്പെടുന്നു. ആദ്യ നോട്ടത്തിൽ ഇത് നിർമ്മാണത്തിൻ്റെ സാങ്കേതിക വിവരങ്ങൾ മാത്രമാണ് എന്നൊരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഒരു ആത്മീയ സത്യം ഇതിലുണ്ട്. പ്രാകാരത്തിന് വ്യക്തമായ അതിരുകളുണ്ടായിരുന്നു. പ്രവേശനത്തിന് പ്രത്യേകം ഒരു കവാടവും ഉണ്ടായിരുന്നു. ഇവയെല്ലാം ദൈവം നിർദ്ദേശിച്ച പ്രകാരം തന്നെയുമായിരുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവസന്നിധിയിലേക്കുള്ള ജീവിതം മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരമല്ല, അത് ദൈവത്തിൻ്റെ വഴിയിലൂടെയാണ് എന്നുള്ളതാണ്. ദൈവം ക്രമത്തിൻ്റെ ദൈവമാണ്. അവിടുത്തെ സന്നിധിയിൽ വിശുദ്ധിയും അനുസരണവും ആദരവും അനിവാര്യമാണ്. നമ്മുടെ ഹൃദയം ഇന്ന് ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ദൈവത്തിന് പ്രസാദകരമാകേണ്ടതാണ്. ഇന്ന് മനുഷ്യർ പലപ്പോഴും സൗകര്യമനുസരിച്ച് ആത്മീയ ജീവിതം ക്രമീകരിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ദൈവം ഇന്നും നമ്മെ വിളിക്കുന്നത് വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്കാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ ശുശ്രൂഷകളിലും നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിലും ദൈവിക ക്രമം ഉണ്ടായിരിക്കണം. അശ്രദ്ധയും അശുദ്ധിയും ആത്മീയ വളർച്ചയെ തടയുക തന്നെ ചെയ്യും. ദൈവം ഒരുക്കിയ കവാടത്തിലൂടെയാണ് അനുഗ്രഹത്തിലേക്കുള്ള വഴി. ആ കവാടം യേശുക്രിസ്തുവാണ്. അവനിലൂടെ പ്രവേശിക്കുന്നവർക്ക് ജീവനും സമാധാനവും നിത്യപ്രത്യാശയും ലഭിക്കും. ഇന്ന് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ക്രമപ്പെടുത്തുവാൻ നാം തയ്യാറാകാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള സ്വർഗീയ പിതാവാം ദൈവമേ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവിക ക്രമവും വിശുദ്ധിയും അവിടുന്ന് സ്ഥാപിക്കണമേ. ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ വാസസ്ഥലമാകുവാൻ അവിടുന്ന് ശുദ്ധീകരിക്കണമേ.
അനുസരണക്കേടും അഹങ്കാരവും പാപവും ഞങ്ങളിൽ നിന്ന് നീക്കണമേ. യേശുക്രിസ്തുവിലൂടെ അങ്ങയുടെ സന്നിധിയിൽ സ്ഥിരമായി നടക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തരാക്കണമേ. ഈ ദിവസം ഞങ്ങളുടെ ഓരോ തീരുമാനങ്ങളെയും കുടുംബത്തെയും ജോലികളെയും ശുശ്രൂഷകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. രോഗികളായവരെ സൗഖ്യമാക്കണമേ. നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകണമേ. ഭയപ്പെടുന്നവർക്ക് ധൈര്യം നൽകണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടട്ടെ. ഇതെല്ലാം ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.